നല്ല അവസ്ഥയിൽ നമ്മളിത് ചെയ്യണം. യൂറിൻ ട്യൂബ് വീട്ടിൽ പോയിട്ട് കൊടുക്കുന്ന സ്ഥിതി, അവർ ആശുപത്രി പോകണം, ഒരു വണ്ടിയും ആളെയൊക്കെ പിടിച്ച് റൈസ് ട്യൂബ്. ഇനിയിപ്പോൾ ടാപ്പിംഗ്, നീര് കുത്തിയെടുക്കുന്നതിന് ഗവേഷണം നടത്തിക്കൊണ്ട്, ഗവേഷണമല്ല, പല നഴ്സുമാർ ചെയ്യുന്നുണ്ട്. ബാക്കി നഴ്സുമാരോട് എങ്ങനെ ആക്കാൻ നോക്കുക. നമ്മുടെ വളണ്ടിയേഴ്സ്, ഈ മെഡിക്കൽ പരിചരണത്തിന് വളണ്ടിയേഴ്സിനെ വിടുന്നില്ല. അതിന് ശരിയാവില്ല. അത് അതിന് യോഗ്യതയുള്ളവരെ പറ്റൂ. ഇപ്പോൾ ഡോക്ടറെ പണി ഡോക്ടറിനെ എടുക്കാൻ പറ്റും, വേറെ ആർക്കും പറ്റില്ല. ഒരു മരുന്ന് എഴുതാൻ ആർക്കും അധികാരമില്ല, നേഴ്സിന് അധികാരമില്ല, ഡോക്ടർ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഡോക്ടറും നേഴ്സും ചെയ്യേണ്ട, ഇപ്പോൾ ഇഞ്ചക്ഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ കത്തീഡ്രൈസേഷൻ ആണെങ്കിലോ അതല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ശാരീരിക പരിചരണം, ഒരാളെ കുളിപ്പിക്കണമെങ്കിൽ എന്തിനാണ് ഡോക്ടർ? ഒരു ഡോക്ടറും വേണ്ട. എന്തിനാണ് നേഴ്സ്? ഒരു നേഴ്സും വേണ്ട. അതിനൊക്കെ നന്നായിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇതിനൊക്കെ നമ്മൾ വളണ്ടിയേഴ്സിനെ പ്രാപ്തമാക്കുക. ഇങ്ങനെ പ്രൊഫഷണൽസ് മാത്രം ചെയ്തു ഇരുന്ന ഒരു മേഖല സാധാരണ മനുഷ്യരെ പ്രാപ്തരാക്കുക എന്നത് പാലിയേറ്റീവ് കെയറിലൂടെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനം. അതാണ് മനുഷ്യരെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരോഗ്യ മേഖലയിൽ രഹസ്യങ്ങൾ കൊടുക്കുന്നു, മനുഷ്യരെ ശാക്തീകരിക്കുന്നു. ഈ നിലയിൽ ഒക്കെ വേണം പാലിയേറ്റീവ് കെയറിനെ കാണാം. ഇതിനും അപ്പുറത്തേക്ക് പോയാൽ ഒരു പക്ഷേ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസംഗം എന്താ? പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ, അങ്ങനെയാണല്ലോ എല്ലാ പ്രസംഗവും അങ്ങനെയാണല്ലോ. യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാരാ? ഒരു സമരത്തിനോ പിക്കറ്റിങ്ങിനോ പോകാൻ കഴിയാതെ, സ്വന്തം ആവശ്യമൊന്നും പറയാൻ കഴിയാതെ കിടക്കുന്നത് ആരാ? ഇവരാണ്. ഈ കിടപ്പിലായ ആളുകളാണ്. അവർക്ക് എവിടേക്ക് പോകാൻ നിവർത്തില്ല. ചിലപ്പോൾ ഒരു പെറ്റീഷൻ എഴുതാൻ പോലും നിവൃത്തിയില്ലാതെ കിടക്കുന്നവരാണ്. അവരുടെ ഫീസില്ലാത്ത വക്കീലായി അവർക്ക് വേണ്ടി വാദിക്കുന്ന ഉത്തരവാദിത്തമാണ് പാലിയേറ്റീവ് കെയർ ഏറ്റെടുക്കുന്നത്. അതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ പൊളിറ്റിക്സ്. പാലിയേറ്റീവ് കെയറിൻ്റെ പൊളിറ്റിക്സ് തന്നെ ഈ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, സമ്പത്തൊന്നും വിഷയമല്ല കേട്ടോ, അവരുടെ വിഷയം.